മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 61 മുതൽ 65 വരെ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. കോമ്പറ്റേറ്റീവ് എക്സാമിന് മുന്നേ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇലക്ട്രിക് കറണ്ടുമായിട്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പോലും. So we can just define to be the instantaneous value as equal to dq by dt, and average value എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ ഡിവിഷൻ ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് പറയാം. ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഡിഫറൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടറിലേക്കാണ് നമ്മളുടെ കറണ്ട് ഫ്ലോയെക്കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം, I1 എന്ന് പറയുന്നത് I2 എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലൂയിഡ് ഫ്ലോ മാതിരി, ട്യൂബ് ഫ്ലോ മാതിരി സെയിം ആണെന്നുള്ള പോയിന്റ് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതോടൊപ്പം നമ്മളുടെ ഒരു ചാർജ് ഒരു ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റാണ് വരുന്നതെങ്കിൽ അവിടെ ഓർക്കണമേ, ദാറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ദാറ്റ് ചാർജ് ഡിവിഷൻ ബൈ ദ ടൈം പീരീഡ് ഓർ ക്യൂ ഇൻ ടു ഇറ്റ്സ് എ ഫ്രീക്വൻസി. അത് വെലോസിറ്റിയുമായിട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ക്യൂ വി ബൈ 2πr എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രിക് കറണ്ടും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷൻ വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കണമേ. എപ്പോഴും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. സോ റീസൺ ദ വെരി ഇമ്പോർട്ടൻ്റ് വൺ, ഡോണ്ട് കൺഫ്യൂസ് ദാറ്റ് ഇലക്ട്രിക് കറണ്ടിന് റെസ്പോൺസിബിൾ ആകുന്ന ഇലക്ട്രോണിൻ്റെ ഡയറക്ഷനും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഓർക്കുക. സപ്പോസ് വി ആർ വിത്ത് എ കണ്ടക്ടേഴ്സ് ആൻഡ് ഈസ് കണക്റ്റഡ് ടു എ സെൽ. സോ വി നോ ഹിയർ ദാറ്റ് electric current will flow like this one, but the electrons are moving in the opposite direction. So എപ്പോഴും ആ ഒരു കൺസെപ്റ്റ് ഓർക്കുക. The direction of I and E are opposite to the direction of electrons. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമുക്കറിയാം the current density. So that is a very important one. So we can just relate it with the electric current is equal to integral J dot E. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഓർക്കുക. നമ്മുടെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസിനെ കണ്ടക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ തെർമൽ വെലോസിറ്റി എന്നൊരു കൺസെപ്റ്റ് ഓർക്കുക. വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴുള്ള ആവറേജ് വെലോസിറ്റിയാണ്. ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സീറോയാണ്. പക്ഷേ ദാറ്റ് തെർമൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നോൺ സീറോ ആയിരിക്കും. ഏതാണ്ട് 10⁻⁶ m/s ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. അത് ആവറേജ് ആയിട്ട് 10⁻⁻⁴ m/s ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷനാണ് I is equal to NeAVD. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ടേമാണ് മീൻ ഫ്രീ പാത്ത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ബൈ ദ നമ്പർ ഓഫ് കൊളിഷൻസ്. സോ അത് സാധാരണ രൂപത്തിൽ ഓഫ് ദി ഓർഡർ ഓഫ് 10 ആംസ്ട്രോങ് ആയിരിക്കാൻ ആണ് സാധ്യത, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ റിലാക്സേഷൻ ടൈം എന്ന് പറയുമ്പോൾ ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ് അത് സാധാരണ 10⁻⁻14 seconds എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻ ഓർക്കുക, സ്മോൾ ഇ ക്യാപിറ്റൽ ഇ ബൈ m into τ. Then one more term, the mobility, that is mu is equal to the drift velocity by electric field. സോ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. The current in a wire varies with time according to the relation as I is equal to 3 + 2t. How many coulombs of charge pass through a cross section of the wire in the time interval between t equal to 0 to t equal to 4 seconds? So that is a question. So നമുക്ക് അറിയാം I എന്ന് പറയുന്നത് we can write as a dq by dt and is given as a 3 + 2t.
So that a small element of charge we can write as a 3 plus a 2t into dt. But our aim is to find the total charge. So we have to integrate between the time interval from 0 to 4 second of 3 plus 2t into dt. Our integral concept variable we get it is equal to 3t plus 2 into t square by 2 between the limit 0 to 4. So that 2 cancel, and we can apply the upper limit to minus lower limit. So 3 into is 4 minus 0 plus 4 square minus 0 square. So that is equal to 12 plus 16, and we get the answer as a 28 coulomb. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ വി ക്യാൻ മൂവ് ടു ദ 62ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. റെസിസ്റ്റൻസ് സർക്യൂട്ട്സ്. റെസിസ്റ്റൻസ് സർക്യൂട്ടിലെ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് വളരെ കൃത്യതയോടെ അറിഞ്ഞിരിക്കുക. സീരീസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മിനിമം നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റുകൾ ഇതാണ്. സപ്പോസ് ദാറ്റ് 3 റെസിസ്റ്റേഴ്സ് ആർ there, their effective resistance, take the value as equal to Rn plus R2 plus R3, and there the current element is a constant. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബട്ട് ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ദ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. പക്ഷെ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നെറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണെന്നുള്ള കാര്യം ഓർക്കുക. അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന എലിമെൻ്റ് കോൺസ്റ്റൻ്റ് ആണെന്നും കറണ്ട് എന്ന് പറയുന്നത് ഇൻറ്റുവിറ്റീവലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുള്ള പോയിന്റ് ഓർക്കുക. നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് നമുക്ക് വരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്സഡ് ഗ്രൂപ്പിങ്ങിൽ ദ മെത്തേഡ് ഓഫ് സക്സസീവ് റിഡക്ഷൻ. അപ്പോൾ അതിലെ ഒരു സാമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ നമ്മുടെ ഓഫ് ദ ഫോം ലൈക്ക് ദിസ് വൺ, സേ വൺ റെസിസ്റ്റൻസ് അനദർ വൺ. So in the seminal vanel, the lower amp should go like this one. See, ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ we have to find what is the effective resistance between A and B. ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ വരേണ്ട കൺസെപ്റ്റ് സക്സസീവ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എൻഡിൽ വി ക്യാൻ ജസ്റ്റ് ബിഗിൻ വിത്ത് എയ്തർ സീരീസ് ഓർ പാരലൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3 റെസിസ്റ്റൻസും സീരീസ് ആണ്. അത് ഈ ഒരു റെസിസ്റ്റൻസുമായിട്ട് പാരലാകുന്നു. ദെൻ ദാറ്റ് 3 ആർ ഇൻ അഗൈൻ സീരീസ്. സോ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സിമെട്രിക്കൽ ആയിട്ടുള്ള സർക്യൂട്ട്സ് വരുന്ന സമയത്ത് നമുക്ക് അതൊരു സ്പെഷ്യൽ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. സ്പെഷ്യലായിട്ട് നമുക്കൊരിക്കൽ ഓൾ ഇന്ത്യക്ക് ചോദിച്ച ഒരു സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ, സി ലൈക്ക് ദിസ് വൺ. ഇഫ് ദ സർക്യൂട്ട് ഈസ് ഓഫ് ദ ഫോം ലൈക്ക് ദിസ് വൺ, അപ്പോൾ ഇതിൻ്റെ ഒരു റെപ്ലിക്ക തന്നെ ബോട്ടം സൈഡിലേക്കും വരികയാണെങ്കിൽ, സി ലൈക്ക് ദിസ് വൺ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മെത്തേഡ് ഓഫ് സിമെട്രി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെത്തേഡ് ഓഫ് സിമെട്രി. 2 തരത്തിൽ ഈ ക്വസ്റ്റ്യനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ സേ ലൈക്ക് ദിസ് വൺ. സി, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ പോയിന്റ് ഓഫ് സിമെട്രി എന്നാണ് അതിനെ വിളിക്കുക. ആ പോയിന്റ് സിമെട്രിയിൽ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ സി ദ കറണ്ട് ഫ്ലോ ഇവിടെ നിന്ന് വന്നാൽ അത് ഈ തരത്തിലും ഈ തരത്തിലും ഈ തരത്തിലും ആകുന്നത് കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യാം. സോ ദ സർക്യൂട്ട് ബിക്കം ലൈക്ക് ദിസ് വൺ. എന്നിട്ട് ഈ ആമിനെ മൊത്തത്തിൽ നമുക്ക് കൺസിഡർ ചെയ്ത് പിന്നെ നമ്മുടെ മിഡിൽ ആമുമായിട്ട് ജോയിൻ ചെയ്താൽ ഉത്തരമായി. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ എക്സാക്റ്റ് ആയിട്ട്
ലൈൻ ഓഫ് സിമെട്രി ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ അത് R/2 ആയിട്ട് മാറും, ഇവിടുത്തത് R/2 ആയിട്ട് മാറും. എന്നിട്ട് ഈ സെക്ഷൻ മാത്രമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഇതുമായിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ ഉത്തരം കിട്ടും. ഇങ്ങനെ 2 മെത്തേഡ് വഴി ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. But we are with a very good question. An infinite ladder network is constructed with 1 ohm and 2 ohm resistors as shown. Find the equivalent resistance between the points A and B. അപ്പോൾ ഇതേപോലത്തെ ലാഡർ നെറ്റ്വർക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, സപ്പോസ് ദാറ്റ് ആർ എഫക്റ്റീവ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ഈസ് സേ എക്സ്. That x is unaffected if we add one more unit to the x. X-നോടൊപ്പം ഒരു യൂണിറ്റ്, here the one unit is that 1 ohm 2 ohm combination, ആഡ് ചെയ്താലും എഫക്റ്റീവ് ബിറ്റ്വീൻ ദ എ ആൻഡ് ബിക്ക് വ്യത്യാസം വരുന്നില്ല എന്നുള്ള കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ ഇത് എ ആൻഡ് ബി ആണ് എന്നിരിക്കട്ടെ. സോ വി ക്യാൻ ജസ്റ്റ് ആഡ് വൺ യൂണിറ്റ്, ദാറ്റ് ഈസ് 1 ohm, and here it is nothing but equal to 2 ohm. So we are adding that x, x-നോടൊപ്പം that 1 ohm. പക്ഷേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയായിട്ട് തന്നെ തുടരും, എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് നമുക്ക് സോൾവ് ചെയ്താൽ എക്സ് ടേക്ക് ദ വാല്യൂ ഈക്വൽ ടു, ഇവിടെ 2ഉം എക്സും പാരലൽ അല്ലേ, സോ 2x/2 + x, but it is added to 1 ohm. So that is the circuit. സോ ഓർക്കുക, എഫക്റ്റീവ് റെസിസ്റ്റൻസിന് വ്യത്യാസം വരുന്നില്ല ഇഫ് വി ആഡ് 1 more unit to x. സോ ഇതിനെ നമ്മളൊന്ന് സോൾവ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ദ ഫോം ആസ് 2 + x plus 2x, that division by 2 + x, that much into x. ഒന്ന് ക്രോസ് ചെയ്താൽ we get as 2x + x² equal to yes 2 + 3x. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. സോ x², സോ -x -2 ഈസ് ഈക്വൽ ടു 0. നമുക്കതിൻ്റെ സൊല്യൂഷൻ, ക്വാഡ്രാറ്റിക്കിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിയാൽ, സോ നമുക്കറിയാം we can simply write that x is equal to -b, so that is 1 ± root of b² -4 into a into cs -2, that division by 2 into a. So 1 ± root of 1 + 8, so it becomes 9/2. So 1 + √9, so 1 + 3/2, so 4/2, or 1 - 3, so -2/2. So only the positive values are possible. So the resistance between them we get as 2 ohm. So മറ്റു പല ലാഡർ നെറ്റ്വർക്കുകൾ ആർ ദെയർ. ഇത് രണ്ടും ഈക്വൽ റെസിസ്റ്റേഴ്സ് ആകാം, ഇവിടെ ഒരെണ്ണം കൂടെ നമുക്ക് ആഡപ്പ് ചെയ്യാം. സോ വാട്ട് എവർ മേ ബി ദ കേസ്, ദിസ് ഈസ് ദ മെത്തേഡ് വി ഹാവ് ടു ഫോളോ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ഇലക്ട്രിക് പവർ. സാധാരണ ഒരു ബൾബ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു ബൾബിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ലേബിൾഡ് ആസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആസ് സേ 5 watt, say 5 watt 220 volt എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ, അത് 220 വോൾട്ട് എന്ന് പറയുന്ന റേറ്റഡ് പൊട്ടൻഷ്യലിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൽ മാക്സിമം പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 5 വാട്ട്. ഇതാണ് നമ്മുടെ LED ബൾബിൽ ഇപ്പം നമ്മുടെ റേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മീനിങ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. പിന്നെ നമ്മുടെ സാധാരണ ഹൗസ് ഹോൾഡ് വയറിങ്സ് എല്ലാം പാരലൽ ആയതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ പവറിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ V²/R ആണ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു കൺസെപ്റ്റ്, ഈ നമ്മുടെ സീരീസ് കോമ്പിനേഷൻ ഓഫ് എലിമെൻറ്റ്സ് വരുന്ന സമയത്ത്, സപ്പോസ് നമ്മുടെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് സേ 1 bulb ഈസ് there, സോ അനദർ ബൾബ് ഓർ അനദർ ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ സർക്യൂട്ട്. സോ അങ്ങനെ വരുമ്പോൾ ഓർക്കണമേ, നമ്മുടെ പവറിൻ്റെ എഫക്റ്റീവ് വാല്യൂ ഇൻ സീരീസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ ഇൻഡിവിജ്വൽ പവേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും n പവേഴ്സ് ആണുള്ളതെങ്കിൽ സോ PS-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് P/n എന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്.
ഇനി സീരീസ് കോമ്പിനേഷനിൽ വിച്ച് ബൾബ് വിൽ ഗ്ലോ മോർ ബ്രൈറ്റ്ലി? So that is a very important one. In series combination, that brightness എന്ന് പറയുന്നത് proportional to the resistance and inversely proportional to the power. ആർക്കാണോ പവർ കുറവായിട്ടുള്ളത് അവർക്ക് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അതേ സ്ഥാനത്ത് നമ്മളൊരു പാരലൽ കോമ്പിനേഷൻ ആണ് വെക്കുന്നതെങ്കിൽ ലൈക്ക് ദിസ് വൺ. So suppose the cells are like this. We are connected in parallel. So the effective power is nothing but equal to just sum of. So n powers ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ പി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അവിടെ ഓർക്കണേ ദാറ്റ് ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ദാറ്റ് ഈസ് ദ പവർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് ബൾബുകൾ നമ്മൾ പാരലായിട്ട് ചെയ്താൽ അതിൽ ഏറ്റവും എന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിങ്സിൽ ഉൾപ്പെടെ പവർ ആർക്കാണോ കൂടുതലായിട്ടുള്ളത് അതിൽ നിന്ന് മോർ ഗ്ലോ പുറത്തു വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് another very good question. 360 watt 120 volt, so 3 watts, so this is a 60 watt and this is a 60 watt and this is a 60 watt are connected across a 120 volt power source. If the resistance of each bulb does not change with the circuit with the current, then find out the total power delivered to the 3 bulbs. So that is the question. അപ്പോൾ നമ്മൾ സീരീസും പാരലും പവറിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ, സോ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ലേബൽ ചെയ്യാം. സേ എ, ബി ആൻഡ് സി. ഇപ്പോൾ 3 ബൾബുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ആൻഡ് സി ആർ ഇൻ പാരലൽ. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇൻഡിവിജ്വൽ പവേഴ്സ് എന്ന് പറയുന്നത് ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 60 + 60, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ബിറ്റ്വീൻ ബി ആൻഡ് സി വി കെറ്റ് ദ വാല്യൂ ആസ് 120 വാട്ട്. പക്ഷേ അടുത്ത കേസ് വരുമ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ളത് 60 വാട്ടുമായിട്ട് സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത് 1/(A + 1/(BC). സോ അങ്ങനെ വരുമ്പോൾ ദാറ്റ് എഫക്റ്റീവ് പവർ ഈസ് ഈക്വൽ ടു PA × PBC/PA + PBC. സോ അതാണ് നമ്മുടെ സീരീസ് കോമ്പിനേഷനിൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 × 120/60 + 120, സോ 180. സോ ഇറ്റ് ബിക്കംസ് 3. So that is equal to 3, that becomes 40 watt. So that is answer. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഓർക്കുക. സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ സോ നമ്മൾ റെസിപ്രോക്കൽ ഓഫ് ദ പവർ ആയിരിക്കും കണ്ടുപിടിക്കുക. ആൻഡ് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ സോ വി ഹാവ് ടു ആഡ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നമ്മുടെ സെൽസ് കോമ്പിനേഷനായിട്ട് വരുമ്പോൾ എസ്പെഷ്യലായിട്ട് സെൽസ് ഇൻ സീരീസ്, സെൽസ് ഇൻ പാരലൽ, അതോടൊപ്പം മിക്സഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ഇക്വേഷൻസ് ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെൽസ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ ഇഫ് ക്യാപിറ്റൽ ഇ പൊട്ടൻഷ്യലുള്ള എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ്, അത് ഓരോന്നിനും R എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സ് N/E/NR + R. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, അവിടെ NR എന്ന് പറയുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വളരെ ചെറുതാണ് എങ്കിൽ സോ ദ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് N × E/R ആയിട്ട് മാറും. അപ്പോൾ N സെൽസിൽ നിന്നുള്ള ഫ്ലോ ഓഫ് കറണ്ട് ആയിട്ട്. അപ്പോൾ സാധാരണ സീരീസ് കോമ്പിനേഷൻ ഈ കണ്ടീഷനിലാണ് ഉപയോഗിക്കുക. അതോടൊപ്പം പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട സർക്യൂട്ട്സ് ഇതിങ്ങനെയാണ്. ഓരോന്നിനും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ. സോ അങ്ങനെയുള്ള N സെൽസിനെ നമ്മൾ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു എന്നിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു സർക്യൂട്ടാണ്. സോ അത് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം വരുന്ന കറണ്ട് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള EMF ഡിവിഷൻ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ദിസ് ഈസ് ദ കേസ്.
സോ അവിടെ അത് ഓർമ്മയിരിക്കേണ്ട ഒരു പോയിന്റ്, നമുക്ക് എം സെൽസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ ആർ ഈസ് വെരി മച്ച് ലെസ് ദാൻ കമ്പയർഡ് ടു ആർ ബൈ എം. സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യാം ഇൻ ഓർഡർ ടു ഗെറ്റ് ദ മാക്സിമം കറണ്ട്. പക്ഷേ മിക്സഡ് ഗ്രൂപ്പിംഗ് എന്നൊരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സോ അവിടെ ഓരോ ആമിലും എൻ സെൽസ് ഉണ്ട്, അതേപോലത്തെ എം റോകൾ ഉള്ള ഒരു മിക്സഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഓരോ സെല്ലിനും ഇ എം എഫ് ഉണ്ട്, അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള നമ്മൾ ഒരു സെൽസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ക്യാപിറ്റൽ ആർ റെസിസ്റ്റൻസ്. ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ദാറ്റ് ടോട്ടൽ കറണ്ട് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു എൻ ഇ ഡിവിഷൻ ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് എൻ ആർ ബൈ എം. ഒന്ന് റിവൈസ് ചെയ്തിരിക്കുക ഈ റിലേഷൻ. അവിടെ ഓർക്കണേ, മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് വെൻ ദാറ്റ് ക്യാപിറ്റൽ ആർ ഷുഡ് ഈക്വൽ ടു എൻ ആർ ബൈ എം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ക്യാപിറ്റൽ ആറും ഈക്വൽ ആകുന്ന കേസിൽ മിക്സഡ് ഗ്രൂപ്പിങ്ങിൽ കറണ്ട് ഫ്ലോ മാക്സിമം ആകും. പക്ഷേ അത് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ക്യാപിറ്റൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനേക്കാൾ കുറയുമ്പോൾ, അത് സെൽസ് സീരീസ് വരുമ്പോൾ അവിടെ ക്യാപിറ്റൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ക്യാപിറ്റൽ ആർ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലാകുമ്പോൾ ഈ മൂന്ന് കേസസും മനസ്സിൽ ഓർക്കുക. സോ വി ക്യാൻ ഗോ വിത്ത് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഹിയർ. So a circuit consists of 3 batteries of E1 that is equal to 1 volt and E2 that is given as is equal to 2 volt and E3 that is equal to 3 volt and internal resistance as 1 ohm, 2 ohm and 1 ohm respectively, which are connected in parallel. What is the potential difference between the points P and Q? So that is a very good question. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. സോ ദാറ്റ് എഫക്റ്റീവ് ഇ എം ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ടു ഇറ്റ് ബൈ ദാറ്റ് റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ കൺസെപ്റ്റ്. So from the each time contribution we can write as E1 by R1 plus E2 by R2 plus that E3 by R3 division by that effective internal resistance. So what is the effective internal resistance? So that is equal to, here നമ്മുടെ മൂന്ന് സെൽസും are in parallel combination. So and hence we have to say 1 by R1 plus 1 by R2 plus 1 by R3. So that is equal to 1 by 1 plus 1 by 2 plus 1 by 1. സോ അവിടുത്തെ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും ആസ് 2/5 ഓം. സോ അതറിയാമെങ്കിൽ നമുക്ക് ഈച്ച് വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാപിറ്റൽ ഇയിലേക്ക് വരാം. സോ E1 ഈസ് നത്തിങ് ബട്ട് 1 by 1 പ്ലസ് ദാറ്റ് ഈസ് 2/2 പ്ലസ് ദാറ്റ് ഈസ് 3/1. That division by as 2/5 and you get the value E, the potential difference between P and Q as 2 volt. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് ടു ദ 65ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതിൻ്റെ ബാലൻസ്ഡ് അൺബാലൻസ്ഡ് കൺസെപ്റ്റ്സുകൾ മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അൺബാലൻസ്ഡ് കേസിൽ നമ്മുടെ ഗാൽവനോമീറ്റർ ആമിലേക്കുള്ള കറണ്ട് ഫ്ലോ ഡയറക്ഷൻ നിങ്ങൾ റിവൈസ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സോ നമുക്കറിയാം അതിലെ 4 ആമിലെ റെസിസ്റ്റൻസിന് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ P/Q is equal to R/S എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതോടൊപ്പം നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആ സർക്യൂട്ട് ബേസ് ചെയ്തിട്ട് അതിൽ ഉള്ള വാല്യൂസ് ലെഫ്റ്റ് ആം റൈറ്റ് ആം ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഇസ് ലൈക്ക് ദിസ് വൺ.
and suppose in one arm, so we are connecting that R, and that in another arm, so we are connecting X to be find out, and from this end what is the length L, and this is 100 minus L ആണെങ്കിൽ നമുക്കറിയാം R by X should be equal to L by 100 minus L. സോ ആ ഒരു ഫോർമുല നിങ്ങൾ ഓർമ്മയിരിക്കട്ടെ. അടുത്ത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓർമ്മയുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് ഓർക്കണമേ, ഇ എം എഫ് എന്ന് പറയുന്നത് ലെങ്ത്തുമായിട്ട് ഉള്ള പ്രൊപ്പോർഷണാലിറ്റിയാണ് പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറയുന്നത്. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്കറിയാം കമ്പാരിസൺ ഓഫ് ഇ എം എഫ് ആസ് E1 by E2 ദാറ്റ് ഈസ് ഈക്വൽ ടു L1 by L2. പിന്നെ കമ്പാരിസൺ ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ കൺസെപ്റ്റായിട്ട് നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അതോടൊപ്പം അതിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സോ സെൻസിറ്റിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യുവാൻ നമ്മളെടുക്കുന്ന കണ്ടീഷൻസ് നമ്മൾ ഓർമ്മയിരിക്കട്ടെ. സാധാരണ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ നമുക്ക് ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഇ എം എഫ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് നമുക്ക് ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഈ വക കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിരിക്കുക, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നൗ വി ക്യാൻ ഗോ വിത്ത് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എ പൊട്ടൻഷ്യോമീറ്റർ വയർ ഹാസ് that 100 centimeter long and a constant potential difference is maintained across it. Two cells are connected in series, first to support one another and then in opposite direction. The balance points are at 50 centimeter and 10 centimeter from the positive end. Then the ratio of EMF is. ഇപ്പം നമ്മുടെ സാധാരണ ആദ്യത്തെ കണ്ടീഷനിൽ അത് രണ്ടും help each other, so enhancement, so they are in series, so we can say that E1 plus E2. നമുക്കറിയാം ഇ എം എഫ് ലെങ്ത്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്, അതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ. സോ ഫസ്റ്റ് കേസിൽ നമുക്കറിയാം E1 plus E2 ഈസ് പ്രൊപ്പോർഷണൽ ടു 50. രണ്ടാമത്തെ കേസിൽ വി ക്യാൻ റൈറ്റ് E1 minus E2 ഈസ് പ്രൊപ്പോർഷണൽ ടു 10. സോ ഈ രണ്ട് കേസസ് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തെടുത്താൽ, സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് E1 plus E2 by E1 minus E2 that is equal to 5 by 1. So ഒന്ന് സോൾവ് ചെയ്താൽ you just cross it as E1 plus E2 is equal to 5E1 minus 5E2. So here that 6E2 take the value equal to 4E1. So we can just find the ratio E1 by E2 is equal to as a 6 division by 4, so that is equal to 3 by 2. So വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർക്കുക. So really it will help to the competitive examination. Take care. God bless you.